എന്താണ് റീബാഡ്ജിങ്? എന്തിനു വേണ്ടിയാണ് റീബാഡ്ജിങ് കാറുകളിൽ യൂസ് ചെയ്യുന്നത്? റീബാഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വേറൊരു പേരിലോ അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിൻ്റെ കീഴിലോ വേറൊരു ലോഗോയോ കൊടുത്ത് റീലോഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കുന്നു. റീബാഡ്ജിങ് എന്തിനു വേണ്ടിയാണെന്ന് കാണിക്കാം. നമുക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ രണ്ട് കമ്പനി യൂസ് ചെയ്യാം. ഒരു കമ്പനി എയും കമ്പനി ബിയും. കമ്പനി എയുടെ കയ്യിൽ ഒരു പ്രോബ്ലമുണ്ട്, കമ്പനി ബിയുടെ കയ്യിൽ ഒരു പ്രോബ്ലമുണ്ട്. കമ്പനി എയുടെ കയ്യിലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കമ്പനി ബിയുടെ കയ്യിലുണ്ട്. കമ്പനി ബിയുടെ കയ്യിലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കമ്പനി എയുടെ കയ്യിലുണ്ട്. മാർക്കറ്റിൽ കമ്പനി എയും ബിയും ഒരുമിച്ച് നിന്നാൽ രണ്ടുപേരെയും പ്രോബ്ലം സോൾവ് ആവും. മാർക്കറ്റിൽ കുറച്ച് കാലം കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിളാണ് മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള റീബാഡ്ജിങ്. മാരുതിയുടെ കയ്യിൽ നല്ലൊരു ഹൈബ്രിഡ് സിസ്റ്റം ഇല്ല. ടൊയോട്ടയുടെ കയ്യിൽ ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കാൻ വരുന്ന ചെറിയ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മാരുതിയുടെ ഏറ്റവും സെയിൽസ് ഉള്ള വാഹനങ്ങളെ ടൊയോട്ടയ്ക്ക് റീബാഡ്ജ് ചെയ്യാൻ കൊടുക്കുന്നു. ടൊയോട്ട അതിന് പകരമായി ടൊയോട്ടയുടെ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം മാരുതിക്കായി എക്സ്ചേഞ്ച് ചെയ്യുന്നു. റീബാഡ്ജിങ് എന്ന കാര്യം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ നടന്നൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്ന മാരുതി അല്ലെങ്കിൽ ടൊയോട്ട എന്നീ കമ്പനികളിലാണെന്ന് മാത്രം. നമുക്ക് കുറച്ച് റീബാഡ്ജ് ചെയ്ത വാഹനങ്ങളെ കാണാം.